സ്റ്റാർട്ടപ്പ് സംരംഭകരോട് ഞാൻ പറയാറുള്ളത്, തുടങ്ങാൻ വളരെ എളുപ്പമാണ്, തുടർന്ന് പോകാനാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. അതിനകത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത്. നമുക്കൊരു ആശയം ഉണ്ടാവാം, ആശയം അടിപൊളിയായിരിക്കാം, അത് നിങ്ങളുടെ മനസ്സിൽ കൊള്ളാം, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നല്ലതാണെന്ന് അടിപൊളിയാണെന്ന് പറഞ്ഞാലും ജനങ്ങളതെങ്ങനെ കണക്കിലെടുക്കണമെന്ന് നോക്കണം. പിന്നെ തുടങ്ങിക്കഴിഞ്ഞാലും അല്പസ്വല്പമൊക്കെ കറക്ഷൻ അവിടെ ഇവിടെയൊക്കെ വരുത്തേണ്ടി വരും. നിങ്ങളുടെ ഏത് പ്രോഡക്റ്റ് ആയാലും ശരി. വി-ഗാർഡൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്, വണ്ടർലേ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. വണ്ടർലയൊക്കെ തുടങ്ങിയിട്ട്, പാർക്ക് തുടങ്ങിയിട്ട് എത്രയോ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ടെന്നറിയോ, ജനങ്ങളുടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട്. അപ്പോൾ ഇംപ്രൂവൈസേഷൻ, അപ്ഗ്രഡേഷൻ, അല്ലെങ്കിൽ അത് ഒരു കോൺസ്റ്റൻ്റാണെന്ന് ഞാൻ പറയും. ഇതിപ്പോൾ സ്റ്റെബിലൈസറാണെങ്കിൽ തന്നെ പണ്ടുണ്ടാക്കിയ സ്റ്റെബിലൈസറും ഇപ്പോഴത്തെ സ്റ്റെബിലൈസറും തമ്മിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ സെൽഫായിട്ടുള്ള പവർ കൺസംഷനും അതിൻ്റെ എഫിഷ്യൻസി, അതിലുപയോഗിക്കുന്ന കോമ്പണൻസ്, അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മളിതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകോട്ട് നോക്കാൻ പറ്റില്ല. കാരണം ഒരു കണ്ടിന്യൂസ്, അത് ആ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയി പോവുകയാണ്. കാരണം കണ്ടിന്യൂസ് അപ്ഗ്രഡേഷൻ ആവശ്യമുള്ളൊരു ഫീൽഡാണ് എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ സ്റ്റാർട്ടപ്പുകളോട് പറയാനുള്ള ഇതാണ്, അതായത് നിങ്ങൾക്കൊരു ആശയം മാത്രം പോരാ, നിങ്ങളതിന് കമ്മിറ്റഡാണോ, നിങ്ങളതിന് ലോങ് ടേം കമ്മിറ്റഡാണോ എന്നൊക്കെ സ്വയം ആലോചിച്ച് തീരുമാനിക്കണം. അതായത് പല കോളേജിൽ എന്നെ വിളിക്കാറുണ്ട് ടോക്കിന്. ഇപ്പോൾ ഈ എൻ്റർപ്രണർഷിപ്പ് ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് അവർ വിളിക്കാണ്ടായി തുടങ്ങി. കാരണം ഒന്നുമല്ല, ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യം ഒന്ന് ഡിസ്കറേജ് ചെയ്യും. ഞാൻ പറയും, നിങ്ങൾ ദയവ് ചെയ്ത് ചാടി കയറി പുറപ്പെട്ട് തുടങ്ങല്ലേ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു 4 വർഷം ജോലി ചെയ്യൂ, എന്നിട്ട് കുറച്ച് അറിവ് നേടും. അല്ലാതെ ഈ കോളേജ് ഡിഗ്രി എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ യൂണിവേഴ്സിറ്റികളെ കുറ്റം പറയല്ല, പുറത്തുനിന്നുള്ള എക്സ്പീരിയൻസാണ് പ്രധാനം. പിന്നെ ആശയം എന്തും ആയിക്കോട്ടെ, അത് ജനങ്ങളെങ്ങനെ കണക്കിലെടുക്കണമെന്ന് നോക്കണം. അപ്പോൾ ഒത്തിരി ഹോംവർക്കൊക്കെ ചെയ്യണം, ധൃതി പിടിച്ച് തുടങ്ങല്ലേ എന്ന്. പക്ഷേ എന്നാലും അതേസമയം എത്രയോ പേര് വിജയിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ആയിക്കൂടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവസാനിപ്പിക്കാറ്.